വാർത്തകളിലേക്ക്. 28-ാം തീയതിയിലെ ഹർത്താലിന് കട്ടപ്പന അംബേദ്കർ അയ്യങ്കാളി കോർഡിനേഷൻ കമ്മിറ്റി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ് ഹർത്താൽ. കണ്ണൂർ അഞ്ചരക്കണ്ടി കോളേജിലെ BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് വിവിധ ദളിത് സംഘടനകൾ നേതൃത്വം നൽകുന്ന നിതിൻ രാജ് ആക്ഷൻ കൗൺസിലാണ് ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. കണ്ണൂർ അഞ്ചരക്കണ്ടി കോളേജിലെ BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച വിവിധ ദളിത് സംഘടനകൾ നേതൃത്വം നൽകുന്ന നിതിൻ രാജ് ആക്ഷൻ കൗൺസിൽ ആഹ്വാനം ചെയ്തിരിക്കുന്ന ജനകീയ ഹർത്താൽ 28-ാം തീയതി രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെ നടത്തപ്പെടുകയാണ്. ഈ ഹർത്താലിലാണ് കട്ടപ്പന അംബേദ്കർ അയ്യങ്കാളി കോർഡിനേഷൻ കമ്മിറ്റി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരിക്കുന്നത്. തിരുവനന്തപുരത്ത് ചേർന്ന വിവിധ ദളിത് സംഘടനകളുടെ ഐക്യമായിട്ടുള്ള ആക്ഷൻ കൗൺസിൽ സംസ്ഥാന വ്യാപകമായി 28-ാം തീയതി നടക്കുന്ന ഹർത്താലിൽ ഇടുക്കി ജില്ലയിലെ പ്രത്യേകിച്ച് കട്ടപ്പനയിൽ ഹർത്താൽ സമ്പൂർണ്ണമായിരിക്കും. ആ ഹർത്താലിന് അംബേദ്കർ അയ്യങ്കാളി കോർഡിനേഷൻ കമ്മിറ്റിയുടെ പൂർണ്ണമായ പിന്തുണ പ്രഖ്യാപിക്കുന്നതിനാണ് ഇത്തരത്തിൽ പത്രസമ്മേളനം വിളിച്ചത്. നിതിൻ രാജിന്റെ കുടുംബത്തിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ FIR രജിസ്റ്റർ ചെയ്യുക, കേസന്വേഷണം അട്ടിമറിക്കാനുള്ള പോലീസ് നീക്കം ഉപേക്ഷിക്കുക, എല്ലാ പ്രതികളെയും ഉടൻ അറസ്റ്റ് ചെയ്യുക, 10 കോടി രൂപ ധനസഹായം നഷ്ടപരിഹാരമായി കുടുംബത്തിന് അനുവദിക്കുക, ദന്തൽ കോളേജിന്റെ അംഗീകാരം റദ്ദ് ചെയ്യുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഹർത്താൽ നടക്കുന്നത്. 8-ാം തീയതി നടക്കുന്ന ഹർത്താലിന് തലേ ദിവസം 27-ാം തീയതി എല്ലാ ഗ്രാമാന്തരങ്ങളിലും അതുപോലെ തന്നെ കട്ടപ്പന അടക്കമുള്ള പ്രദേശങ്ങളിൽ പ്രതിഷേധ പ്രകടനവും മറ്റു പരിപാടികളും പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം പിറ്റേ ദിവസം 6 തൊട്ട് വൈകിട്ട് 6 വരെ ആയിരിക്കും ഹർത്താലിന്റെ സമയം. സംഭവം നടന്നിട്ട് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും കുറ്റക്കാരായിട്ടുള്ള അധ്യാപകരെ അറസ്റ്റ് ചെയ്യാതെ ഇവരെ സംരക്ഷിക്കുകയും മറ്റൊരു വിഷയം ഉയർത്തിക്കൊണ്ടുവന്ന് കേസ് അട്ടിമറിക്കാനുള്ള നീക്കമാണ് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നും നേതാക്കൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ അംബേദ്കർ അയ്യങ്കാളി കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ പ്രശാന്ത് രാജു, കോർഡിനേഷൻ കമ്മിറ്റി ജനറൽ സെക്രട്ടറി VS ശശി, മോബിൻ ജോണി, KR രാജൻ, ഷാജി പാണ്ഡ്യാമക്കൽ, തങ്കമ്മ രാജു, രാജു ആഞ്ഞിലിത്തോപ്പിൽ, ബിജു പൂവത്താനി, സന്ധ്യ S, സുഭാഷ് എട്ടുപടവിൽ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.